എനിക്ക് തോന്നുന്നു ലോഹി സാറ് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ടി എ റസാഖ് സാറുമായിട്ടാണ്. ഇല്ല, റസാഖുമായിട്ട് ഞാൻ രണ്ട് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ഒന്ന് കാണാക്കിനാവാണ്, ഒന്ന് സൈഗാൾ പാടുകയാണ്. റസാഖും ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ്, പ്രതികൂലമായ ജീവിതാവസ്ഥകളിൽ നിന്നൊക്കെ മുന്നോട്ട് വന്ന ഒരാളാണെന്നറിയാം. അപ്പം ഞാൻ റസാഖിൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുക, നിങ്ങൾ എഴുതുന്ന സിനിമകളൊന്നും നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കിട്ടാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്, അത് വെച്ചൊരു സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. കുറച്ചും കൂടെ സത്യസന്ധമാകും. അതെ, അതാകുമ്പോൾ നിങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു വർക്ക് പുറത്തേക്ക് വരും എന്നല്ലേ. KTCക്കാർ ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യാൻ വന്നപ്പോൾ അന്ന് റസാഖ് മദ്രാസിലുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, റസാഖ് ഇങ്ങനെ ഒരു പ്രോജക്റ്റാണ്, നല്ലൊരു പ്രൊഡ്യൂസറാണ്, ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യാം, അവർക്ക് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊന്നും വിഷയമില്ല, നിങ്ങളിൽ കഥയുണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാണാക്കിനാവിൻ്റെ വിഷയം പറഞ്ഞത്. അങ്ങനെയാണ് കാണാക്കിനാവ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്നതും. അതും ഒരു എഴുത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകാവുന്നൊരു ഘട്ടത്തിൽ പിന്നെ ഞാൻ സഹായത്തിനായിട്ട് ലോഹിയെ കൂടെ കൊണ്ടുവരികയും ലോഹിയും കൂടെ അതിനകത്ത് കാര്യമായൊരു ഇടപെടൽ നടത്തി ആണ് ആ സിനിമ, അതിൻ്റെ തിരക്കഥ ഇന്ന് നമ്മൾ നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു അല്ലേ? എഴുത്തിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. കഥ സ്റ്റേറ്റ് അവാർഡ് റസാഖിലുണ്ടായിരുന്നു.